സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം കൂട്ടിയതിൽ ജീവനക്കാർ കടുത്ത എതിർപ്പിലാണ്. രണ്ടാം ഘട്ടം ജനുവരി 1 മുതൽ ആരംഭിക്കുമ്പോൾ 8,237 രൂപയും GSTയുമായിരിക്കും വാർഷിക പ്രീമിയം. ജീവനക്കാരിലും പെൻഷൻകാരിലും നിന്ന് 810 രൂപ വീതം പ്രതിമാസം പിടിക്കും. സർക്കാരും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ധാരണാ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. ആദ്യ വർഷത്തെ പ്രീമിയം മാത്രമാണ് ഉത്തരവിൽ കാണിച്ചിട്ടുള്ളത്. മെഡിസെപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ ജീവനക്കാർക്കിടയിൽ പരാതി വ്യാപകമായിരുന്നു. മെഡിസെപ്പ് അല്ല, മെഡിക്കൽ സെപ്പ് ആണെന്നാണ് ആക്ഷേപം. പ്രീമിയം 500-ൽ നിന്ന് 810-ലേക്ക് കൂട്ടിയതിലും സർക്കാർ വിഹിതം നൽകാത്തതിലും ജീവനക്കാർക്ക് പ്രതിഷേധമുണ്ട്. പ്രീമിയം കൂട്ടിയെങ്കിലും ചികിത്സ നൽകുന്ന ആശുപത്രികളുടെ ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ലഭ്യമാവുന്ന ചികിത്സയെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഒരു വീട്ടിൽ ഒന്നിലേറെ സർക്കാർ ഉദ്യോഗസ്ഥരോ പെൻഷൻകാരോ ഉണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമല്ല, ദമ്പതിമാരാണെങ്കിൽ 2 പേരും 810 രൂപ വീതം നൽകണമെന്ന സർക്കാർ വ്യവസ്ഥയിലും എതിർപ്പ് പുകയുകയാണ്. അച്ഛനമ്മമാർ പെൻഷനറെങ്കിൽ അവരും നൽകണം 810 രൂപ വീതം. ഈ പോളിസിയിൽ ചേരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കഴിയുകയുമില്ല. പദ്ധതിയിൽ 18% GST ഉള്ളത്. ഇതിൽ 9% വീതം കേന്ദ്രവും സംസ്ഥാനവും വീതിച്ചെടുക്കും. ഇതിലാണ് സർക്കാരിന്റെ നേട്ടം. ആരോഗ്യ ഇൻഷുറൻസിന് GST പൂർണ്ണമായി കേന്ദ്രം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ജീവനക്കാരെയും പെൻഷൻകാരെയും ഗ്രൂപ്പായി ഇൻഷുറൻസിൽ ചേർക്കുന്നതിനായതിനാൽ GST നൽകേണ്ടി വരുമെന്നാണ് സ്ഥിതി. അതിനായി ജീവനക്കാർ വ്യക്തിപരമായി നൽകുന്ന തുക ഗ്രൂപ്പായി ഇൻഷുർ ചെയ്ത GST പിടിച്ചു വാങ്ങുകയാണെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം നടത്തുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിനെ തകർക്കാൻ സ്വകാര്യ ആശുപത്രി ലോബി ശ്രമിക്കുകയാണെന്നും കൂടുതൽ ആശുപത്രികളെ എംപാനൽ ചെയ്യാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നുമാണ് സർക്കാർ പറയുന്നത്. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, സർവകലാശാലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവരും ആശ്രിതരും അടങ്ങുന്ന 40 ലക്ഷത്തോളം പേർക്ക് ഗുണകരമായ പദ്ധതിയാണിത്. 1920 ചികിത്സകൾക്കും അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുമടക്കം പരിരക്ഷ ലഭിക്കും. 394 ആശുപത്രികളാണ് പദ്ധതിയിലുള്ളത്. ഇതിനു പുറമെ അപകടം, അടിയന്തര സാഹചര്യം, ജീവന് ഭീഷണി തുടങ്ങിയ ഘട്ടങ്ങളിൽ മറ്റ് ആശുപത്രികളിൽ നടത്തുന്ന ചികിത്സകൾക്കും പരിരക്ഷ കിട്ടും. പരാതി പരിഹാരത്തിന് ത്രിതല സംവിധാനവുമുണ്ട്. പലിശരഹിത മെഡിക്കൽ അഡ്വാൻസും നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻകാർക്ക് നിലവിൽ നൽകുന്ന മെഡിക്കൽ അഡ്വാൻസ് തുടർന്നും ലഭ്യമാക്കുമെന്നും സർക്കാർ പറയുന്നുണ്ട്. അതേസമയം മുന്നൊരുക്കമില്ലാതെ തിടുക്കത്തിൽ നടപ്പാക്കിയ പദ്ധതിയിലൂടെ 1000-ലേറെ കോടി രൂപ ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിലെത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രശസ്തമായ ഒരു ആശുപത്രി പോലും പദ്ധതിയിലില്ല. 1 രൂപ പോലും മുടക്കാതെ ജീവനക്കാർക്ക് കിട്ടിയിരുന്ന പരിരക്ഷയ്ക്ക് ഇപ്പോൾ 8,237 രൂപ നൽകണം. ജീവനക്കാരുടെ വിഹിതത്തിന് തുല്യമായ തുക സർക്കാരും അടയ്ക്കണമെന്നും മെഡിസെപ്പ് അല്ല, മെഡിക്കൽ സെപ്പാണ് പദ്ധതിയെ വിളിക്കേണ്ടതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. ചികിത്സ ലഭ്യമായ ആശുപത്രികളിൽ 4-ലൊന്നും കണ്ണാശുപത്രികളാണ്. പട്ടികയിലുള്ള നല്ല ആശുപത്രികളിൽ പ്രധാന വിഭാഗങ്ങളെ ഒഴിവാക്കി. യഥാർത്ഥ ബില്ലിന്റെ 10-1 പോലും മെഡിസെപ്പിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ മെഡിസെപ്പ് കൂടുതൽ നന്നായി നടപ്പാക്കുമെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നാണ് സർക്കാർ പറയുന്ന വാദം. 500 കോടിയാണ് വിഹിതം കമ്പനിക്ക് നൽകുന്നത്. 2000 കോടി വരെ ക്ലെയിമും ലഭിക്കും. 101 വയസ്സായ പെൻഷൻകാരനും പദ്ധതിയിൽ ചേരാനായെന്നാണ് സർക്കാർ പറയുന്നത്.